ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വില കുറവുള്ള സമയത്ത് നാരങ്ങ വാങ്ങി കൂടുതൽ നാൾ എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാമെന്നതാണ് കേട്ടോ. അതായത് അപ്പോൾ പോയ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കമൻ്റായിട്ടും ഫോണിലായിട്ടും ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കുമുള്ള നാരങ്ങ മുഴുവനായിട്ടും എങ്ങനെയാണ് കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന്. കമൻ്റ് ഇട്ടവർക്കും പറഞ്ഞവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. നിങ്ങളിതുപോലെയുള്ള കമൻറ്റുകൾ ഇടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ വീഡിയോ ഇനിയും ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഇവിടെ കുറച്ച് നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ ഇവിടെ 3 മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് എടുത്തു വെക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കഴുകിയത് അതിൽ വെള്ളമില്ലാതെ നമുക്ക് തുടച്ചെടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഒരുപാട് നാൾ സൂക്ഷിക്കാം കേട്ടോ. എൻ്റെ ഒരു ഇതിൽ ഞാൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഞാനിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. കറക്റ്റ് ഒരുപാട് നാൾ ഇരിക്കാറുണ്ട്. എങ്ങനെയോ ഒരു 6 മാസമൊക്കെ എന്തായാലും ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഇതുപോലെ ഞാനിതാ ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ നിങ്ങളെടുത്ത് എന്താ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ചുറ്റി അതിൽ പൊതിഞ്ഞ് ഒരു ബോക്സിൽ വെക്കാം. ബോക്സ് ഇല്ലെങ്കിൽ ഒരു കവറിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എയർ കിടക്കാത്ത പോലെ മൂടി വെച്ചാൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് ഞാൻ 3 വിധത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മെത്തേഡ് ഇതാണ്. ഒരു ബോക്സ് എടുത്ത് അതിൽ ഒരു പേപ്പർ വിരിച്ച് ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു പേപ്പറും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ബോക്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ലെയറായിട്ട് പേപ്പർ വിരിച്ചിട്ട് അതിൽ വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ മേലെ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെക്കാം. ഇതും അതുപോലെ നമുക്ക് കവറിലും ചെയ്യാം കേട്ടോ. ഒരുപാട് നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടിയിൽ വെക്കാൻ തികയില്ല. അതുകൊണ്ട് അങ്ങനെ കവറിൽ വെച്ചിട്ട് ലെയറായിട്ട് പേപ്പർ വെച്ച് നല്ല ടൈറ്റായി കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം. പിന്നെ അടുത്ത മെത്തേഡ്, ഇത് കുറച്ച് ഓയിലെടുത്തിട്ട് ഞാനിങ്ങനെ നാരങ്ങയുടെ മേലെ തടവുന്നുണ്ട്. ഇതുപോലെ തടവിയിട്ട് നമുക്കൊരു ബോട്ടിലെടുത്ത് ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആ പേപ്പർ വിരിച്ചിട്ട് ഈ എണ്ണ തടവിയ നാരങ്ങ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തേക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ട് കുറേ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കുകയോ അല്ലെങ്കിൽ അതെടുത്ത് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലും മതി. ഇതുപോലെ അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ നാരങ്ങയിലും കറക്റ്റായിട്ട് ആവും കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ബോട്ടിലിൽ വെച്ച് കൊടുക്കാം. ബോട്ടിലോ ബോക്സിലോ ഉള്ള പോലെ ഇതിലാകുമ്പോൾ ഒന്നും കൂടി ഈ മെത്തേഡാണ് ഒന്നും കൂടി സേഫ്റ്റി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. ഇനിയും കുറച്ചും കൂടെ നാൾ എന്താ പറയുക, ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കും കേട്ടോ, കേടാവാതെ. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം, ഇത് എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്നൊന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ഞാൻ സുമാറൊരു കണക്കാണ് ഞാൻ പറഞ്ഞത്, ഒരു 6 മാസമൊക്കെ എന്തായാലും നിൽക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ വെച്ച് ലെയറായിട്ട് പേപ്പർ ഇടയിലൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. മേലെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് മൂടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ 2-3 എല്ലാം കൂടെ ഇടുമ്പോഴേക്കും നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. പിന്നെ മുഴുവനായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.